ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ മഴക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ലേഹ്യത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മുക്കുറ്റി ലേഹ്യം. ദശപുഷ്പങ്ങളിൽ പെടുന്ന ഈ ഒരു മുക്കുറ്റിക്ക് ധാരാളം ഔഷധപ്രദമായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ആദ്യം തന്നെ കുറച്ച് മുക്കുറ്റി എടുക്കുക. അതൊന്ന് നന്നായിട്ട് മിക്സിയിലിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത ശേഷം ഒരു അരിപ്പ ഉപയോഗിച്ച് ഒന്ന് തരിച്ചു കുറച്ച് വെള്ളം മാത്രം കിട്ടുന്ന രീതിയിൽ ഒന്ന് തരിച്ചെടുക്കാം. എന്നിട്ട് അത് മാറ്റി വയ്ക്കുക. പിന്നീട് എടുക്കേണ്ടത് തേങ്ങയുടെ 2ാം പാലും 1ാം പാലുമാണ്. അതെടുത്തിട്ട് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇത് ലാസ്റ്റിലേക്ക് നമുക്ക് ആവശ്യം വരുന്നുണ്ട്. പിന്നെ ഓപ്ഷണലായിട്ട് ഞാനിവിടെ കുറച്ച് നിലക്കടല ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ട് വറുത്ത് വെച്ചതായിരുന്നു. അതൊന്ന് തൊലി കളഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. മിക്സിയിലിട്ട് ഇത് അടിക്കുമ്പോൾ ഒരു 3 ഏലക്കായ കൂടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഒരു ഉരുളി എടുത്ത് അടുപ്പത്ത് വയ്ക്കുക. അത് നന്നായിട്ട് അങ്ങ് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള മുക്കുറ്റിയുടെ ആ വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇനി ഇതിലോട്ട് തേങ്ങയുടെ 2ാം പാൽ ആഡ് ചെയ്യണം. 2ാം പാൽ ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് പനശർക്കര അല്ലെങ്കിൽ കരിപ്പെട്ടി എന്നൊക്കെ പറയുന്നത് പലയിടത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. അത് നമുക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. അത് നന്നായിട്ടൊന്ന് ഒരുക്കി, അതായത് 1.5 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഒരുക്കി എടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഇതിലോട്ട് ചൂടാറിയ ശേഷം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ചു കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ കുറച്ച് അരിപ്പൊടി കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക, കൈ വിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് അടിയിൽ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൈ വിടാതെ ഇളക്കി കൊടുക്കുക. പിന്നീട് കുറച്ച്, അതായത് 1 ടീസ്പൂൺ ജീരകം ഒന്ന് പൊടിച്ചെടുത്തത് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ 1 ടീസ്പൂൺ കുരുമുളകും പൊടിച്ചെടുത്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 സ്പൂൺ നെയ്യൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നെയ്യൂടെ ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതുതായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് ടൈമിൽ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടെ ഇനാബിൾ ചെയ്യാൻ മറക്കരുത്. നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഇനി ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടതാണ് തേങ്ങയുടെ 2ാം പാല്. 2ാം പാല് കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് ഓപ്ഷണലായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നെൽക്കടല. അത് നമ്മൾ ഏലക്കായും ചേർത്ത് ഒന്ന് അടിച്ച് വെച്ചതായിരുന്നു. അതുകൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കുറച്ചായിട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. നമ്മളൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അത് ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു മുക്കുറ്റിക്ക് ധാരാളം ഔഷധപ്രദമായ ഗുണങ്ങളുണ്ട് കേട്ടോ. ചെറുപ്പം നിലനിർത്താനും പിന്നീട് അതുപോലെ തന്നെ പ്രമേഹത്തിനുമൊക്കെ ഈ ഒരു മുക്കുറ്റി ഉപയോഗിക്കാറുണ്ട്. നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു നെൽക്കടലയുടെ മിക്സ് കൂടെ ഇതിലോട്ട് കുറച്ചായിട്ട് ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു മുക്കുറ്റിയുടെ ഫ്ലേവർ തന്നെ നമുക്കറിയില്ല. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനും. അതുപോലെ തന്നെ നല്ല ഔഷധപ്രദമായ ഒരു മരുന്ന് കൂടിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മിക്സ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ലേഹ്യം ഒന്നൊന്ന് വറ്റി വരുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ മാറിയിട്ട് ഒന്ന് കുറുകി വരുന്നുണ്ട്. നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക കേട്ടോ. അടിയിൽ പിടിക്കാനൊക്കെ ഒരുപാട് സാധ്യതയുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നല്ല ശ്രദ്ധയോടെ വേണം ഈ ഒരു ലേഹ്യം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ലേഹ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ആ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. ഇനി വീണ്ടും നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. കുറച്ചുകൂടെ ഒന്ന് വറ്റാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ലേഹ്യം ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മരുന്നാണ്. അപ്പം നമ്മുടെ ലേഹ്യം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത ശേഷം ഈർപ്പം തട്ടാത്ത ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് നമുക്കിത് മാറ്റി സൂക്ഷിച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യാനുസരണം എടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും കാത്തിരിക്കാം. ചിൽഡ്രൻ ബൈ ബൈ, ടേക്ക് കെയർ.